തുശ്രികൂ ബില്ലാഹി ശൈഅ വലാ തസ്രിഖൂ വലാ തസ്നൂ വലാ തഖ്തുലൂ ഔലാദകും വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന അയ്ദീകും വഅർജുലികും വലാ തഅസൂ ഫീ മഅറൂഫിൻ. നമ്മൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്. ഈ കണ്ടീഷനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്തി ആരെങ്കിലും പൂർത്തിയാക്കി ജീവിച്ചാൽ ഫഅജ്റുഹു അലല്ലാഹ്, കൃത്യമായി അവന് നൽകുന്ന പ്രതിഫലം അല്ലാഹുവിങ്കലാണ്. അള്ളാഹുവിന്റെ മേലാണ് അവന് കൊടുക്കാനുള്ള പ്രതിഫലം ഉള്ളത്. അപ്പോൾ നല്ലൽക്ക് ജീവിച്ച് മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൃത്യമായിട്ട് പ്രതിഫലം കൊടുക്കും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒമൻ അസാവ മിൻ ദാലിക ശൈഅൻ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ശിർക്കല്ലാത്ത എന്തെങ്കിലും ഒരു മനുഷ്യനിൽ സംഭവിച്ചാൽ, മോഷ്ടിക്കുകയോ കൊല നടത്തുകയോ വ്യഭിചരിക്കുകയോ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുക, കള്ളസാക്ഷി അതിൽ പെടും. അത് മാത്രമല്ല അവിടെ ഉദ്ദേശം, ജനങ്ങളുടെ വ്യക്തിഹത്യക്ക് വേണ്ടി കറ്റുകെട്ടി ഉണ്ടാക്കിയിട്ട് നുണ പ്രചരിപ്പിച്ച് നടക്കുക, എല്ലാം അതിൽ പെടും. അതുപോലെ ദീനിൽ അറിയപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ എന്നിട്ട് ദുനിയാവിൽ അവന് ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഫഹുവ കഫാറത്തുൽ ലഹു, അത് അവന് പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഫാറത്താണ്. ഇതെന്താണ് എന്നതിനെ കുറിച്ച് വിശാലമായ ചർച്ചയുണ്ട്. അതായത് ഹദ്ദ് നടപ്പിലാക്കപ്പെടേണ്ട കുറെ തെറ്റുകളുണ്ട്. കള്ളുകൂടി, വ്യഭിചാരം, മോഷണം, ഇതൊക്കെ അതിൽപ്പെട്ടാണല്ലോ. അതിന് ദീനിൽ ശരീഅത്തിന്റെ കോടതിയുള്ള സ്ഥലത്ത് ഹദ്ദ് ഉണ്ട്. കെട്ടാൽ കൈവെട്ടുക, എറിഞ്ഞു കൊല്ലുക, അവിടെ ഇങ്ങനെ പല നിയമം, 80 അടി അടിക്കുക, അങ്ങനെ കണ്ടല്ലോ. ഇത് ഒരാൾക്ക് ദുനിയാവിൽ നേരിടേണ്ടി വന്നാൽ ആ ഹദ്ദ് എന്നത് കഫാറത്താണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കഫാറത്താണ്. അങ്ങനെ ഒരാൾക്ക് ദുനിയാവിൽ ഹദ്ദ് നേരിടേണ്ടി വന്നാൽ ആഖിറത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന്. എന്നാൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കഫാറത്തല്ല എന്ന്. അവർക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസാണ് ആധാരമായിട്ടുള്ളത്. അപ്പോൾ അത് കഫാറത്താണ് എന്ന് തന്നെ ഒരുപാട് ഉലമാ പറയുന്നുണ്ട്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഒരുപാട് വൈകിട്ടാണ്. ഇത് നടക്കുന്നത് ഉഖബാന്റെ രാത്രിയിലാണ്. അപ്പൊ അതിന് ഒരുപാട് കഴിഞ്ഞിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ വിഷയം അറിയുന്നതിന് മുമ്പായിരിക്കും അവരത് പറഞ്ഞത് എന്നാണ് ചില മഹാന്മാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ എല്ലാം കൂടി വിലയിട്ട് വായിച്ചാൽ ലാസ്റ്റ് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാം. കഫാറാത്ത് ആകുന്നതുകൊണ്ട് ആവാത്തതുണ്ട്. എന്താ വെച്ചാല് ഒരാൾക്ക് ചെയ്തു പോയ കാര്യങ്ങളിൽ വേദന ഉണ്ടായിട്ട് അതോടുകൂടി ഹദ്ദ് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ അത് ആഖിറത്തിൽ കഫാറത്ത് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ഒരാൾ ഒരുപാട് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ച് പക്ഷെ കോടതി പിടിച്ച് അയാളിട്ട് ശിക്ഷിക്കാണ്, അയാളെ കൽബില് ഖേദമൊന്നും ഇല്ലെങ്കിൽ കഫാറത്ത് ആവൂലായിരിക്കും. അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ലാസ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ കഫാറത്താകുന്ന പോലുണ്ട്, കഫാറത്താവാത്ത പോലുണ്ട്. ഞാൻ ഉദാഹരണം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ എന്നിട്ട് ഒരു സഹോദരിക്കൽ പറഞ്ഞു, നബിയെ, എന്റെ അടുത്തൊരു അമളി സംഭവിച്ചിട്ടുണ്ട്. അമളി എന്ന് പറഞ്ഞാല് വ്യഭിചാരം തന്നെ. അത് അന്നത്തെ ചില വളരെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ സംഭവിച്ചതിൽ മാത്രം ഒതുങ്ങൂല, അവർക്ക് നൊന്ത് വേദന ഉണ്ടായിട്ടുണ്ട്. അങ്ങൂടി കൂട്ടി വായിക്കണം. നോക്കൂ, ഒരു പെണ്ണ് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ മനസ്സിന്റെ ഉള്ളിലുള്ള വേജാറ് കൊണ്ടും ഖേദം കൊണ്ടും ഈ സ്ത്രീ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് പറയണം, മുത്തനബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഫഖദ് ഫിയ മാ ശിഅ്ത, അതുകൊണ്ട് എന്റെ മേലെ നടപ്പിലാക്കാനുള്ള ഹദ്ദ് നടപ്പിലാക്കണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇപ്പൊ ഗർഭിണിയാണ്, ആ വയറ്റിനുള്ള കുട്ടി, അതിന്റെ ജീവൻ പോകൂലേ, അത് പുറത്ത് കയറ്റ എന്നിട്ടാക്കാന്ന് പറഞ്ഞു. ഈ സ്ത്രീ മടങ്ങിപ്പോയി. പ്രസവിച്ച ഉടനെ കൈക്കുഞ്ഞിനെ ഇലാ ഹളറത്തി റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുമ്പ് ഞാൻ വന്നിരുന്ന പെണ്ണാണ്, ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, ഇനി ഇന്ന ഹദ്ദ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എത്ര ആയിരിക്കും ആ ഈമാനില്? ആ ഈമാന്റെ ആഴം എത്രയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ചെറിയ കൈക്കുഞ്ഞല്ലേ, അതിന് പാല് വേണ്ടേ? നിന്നാണ്ട് കൊന്ന അതിനാരാ പാല് കൊടുക്കുക? അതുകൊണ്ട് അതിന്റെ പാൽവെടിപ്രായം കഴിഞ്ഞിട്ട് വന്നു. സത്യത്തിൽ മദീന അത് ഏറ്റെടുത്തിട്ട് കൊട്ടിപ്പാടിയിട്ടൊന്നുമില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒന്നായിട്ട് പരന്നിട്ടുണ്ടാവും. സഹാബാക്കൾക്ക് അങ്ങനെ പണിയൊന്നുമില്ല. മദീന അത് ഏറ്റെടുത്തിട്ട് കൊട്ടിപ്പാടില്ല. പക്ഷെ പെണ്ണിനെ അതറിയാം, പെണ്ണ് മറക്കണില്ല. മദീന മറന്നു, നാട്ടുകാര് മറന്നു, പെണ്ണ് മറക്കണില്ല. പെണ്ണ് കുട്ടിനേറ്റ് പോയി മൊലോടി പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതേ കുട്ടിനേറ്റ് തങ്ങളെടുത്ത് പിന്നെ വന്നു. മുത്തുനബിയെ, എന്നിട്ട് എന്റെ പാലുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് അറിഞ്ഞു. പാലുടി പ്രായം കഴിഞ്ഞാല് പിന്നെ അതിന് തിന്നണ്ടേന്ന് ചോദിച്ചു. അതിന് ആരെ തിന്നാൻ കൊടുക്കാന്ന് വെച്ചു. അത് സ്വന്തമായിട്ട് തിന്നണ ഒരു സമയമാകുമ്പോ വന്നു. പെട്ടെന്ന് ഈ കുട്ടിയെ തീറ്റ പരിശീലിപ്പിച്ചു എന്നാണ്. ഈ കുട്ടിയെ പെട്ടെന്ന് തീറ്റ പരിശീലിപ്പിക്കാൻ അത് ഹുബൂസിന്റെ പൊട്ടെടുത്തിട്ട് ഇങ്ങനെ തിന്നുന്ന സമയം എത്തിയപ്പോ അതിന്റെ കയ്യിൽ ഹുബൂസിന്റെ പൊട്ടൊക്കെ കൊടുത്തിട്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുത്തുനബിയെ, എന്റെ കുട്ടി അതാ പത്തിരിപ്പൊട്ട് തിന്നുകൊണ്ടിരിക്കണം, അവൻ തിന്നണ പ്രായം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ കോടതിയല്ലേ, നിയമത്തിന്റെ വഴിക്ക് പോണല്ലോ, അവരെന്നെ തുറന്നു വന്ന് പറഞ്ഞല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ പെണ്ണിനെങ്ങനെ എറിയുന്ന സമയത്താണ് ശരീരം പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് ചീറ്റിയത്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, എന്നെ കൊണ്ട് ജീവിതകാലത്തും മരിക്കുമ്പോഴും നാശം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് ജീവിതകാലത്തും മരിക്കുമ്പോഴും നാശം തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ കുപ്പായത്തിലേക്ക് രക്തം പൊടിഞ്ഞു വന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോകരുത്, അവളെക്കുറിച്ച് അത് പറഞ്ഞു പോകരുത്. അവളുടെ മനസ്സിലുള്ള തൗബയുടെ വലിപ്പെങ്ങാനും മദീനയിലുള്ള 70 വീടുകളിലെ തമ്മാടികൾക്ക് വിതരണം ചെയ്താൽ എല്ലാവർക്കും അല്ലാഹു മാപ്പ് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അത് കഫാറത്താകുന്ന പോലെ ഉണ്ട്, കഫാറത്താവാത്ത പോലെ ഉണ്ട്. ഇത് കഫാറത്താകുന്ന എന്താണ്? ഈ പെണ്ണിന്റെ മനസ്സിൽ അത്രയും ഖേദമുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള ശിക്ഷക്ക് ഈ തമ്മാടികളെ വിധേയരാക്കിയാൽ പരലോകത്ത് അത് കഫാറത്തായി മാറാം. ഇനി വമൻ അസാമ മിൻ ദാലിക ശൈഅൻ, ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വമൻ അസാമ മിൻ ദാലിക ശൈഅൻ, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കടുത്ത തെറ്റുകൾ, വ്യഭിചാരം, കള്ളുടി, ആളെക്കൊല്ല, അങ്ങനെ മോഷണം, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. സുമ്മ സത്തറഹുല്ലാഹ്, പിന്നെ അല്ലാഹു തആല മറച്ചു വെച്ചു. കാരണം ആരും അറിയില്ല, ഇയാൾ അള്ളയും മാത്രമേ അറിയുള്ളൂ. ഇത് കോടതിക്ക് എത്തണമെങ്കിൽ അതിന് സാക്ഷികളൊക്കെ വേണമല്ലോ. നമ്മള് ഇന്നത്തെ പോലെ ആരെങ്കിലും ആള് പോലീസുകാർക്ക് എന്തിനും വിളിച്ചു പറഞ്ഞാല് വന്നിട്ട് വാരി വലിച്ചിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്ന ആളല്ല. കൃത്യമായിട്ട് ഒരു വ്യഭിചാരം ബോധ്യപ്പെടണമെങ്കിൽ ഒരാണും പെണ്ണും കൂടി റൂം അടച്ച് കിടന്ന് രാവിലെ പുറത്തു വന്നാല് വ്യഭിചരിച്ചു എന്ന് പറയാൻ പാടില്ല. എന്ന് കിടക്കണമെന്ന് ഈ പറഞ്ഞതിന് മാനം ചേട്ടോ. ഇന്നത്തെ ക്ലാസ് നല്ല ഉഷാറുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട, അതിനങ്ങനെ മാനമില്ല. വ്യഭിചരിച്ചു എന്ന് പറയാൻ പാടില്ല. വ്യഭിചരിച്ചു എന്ന് പറയണമെങ്കിൽ അതിന് സാക്ഷികൾ വേണം, അല്ലെങ്കിൽ നേരിട്ട് കാണണം. നേരിട്ട് ഞാൻ കുറെ വിശദീകരിച്ച ഞങ്ങൾ ഞെട്ടിപ്പോവും. മേത്ത് കെടുക്കണുണ്ടാലും വ്യഭിചരിച്ചെന്ന് പറയാൻ പാടില്ല. ഇത് ഇതിന്റെ അർത്ഥം അങ്ങനൊക്കെ ചെയ്യണം എന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനൊന്നും അർത്ഥം വെക്കരുതേ. ഇത് വലിയ വിഷയമാണ്. നമ്മളെ വെറുതെ ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് പെടാൻ നിൽക്കണ്ട. വലിയ അപകടമുള്ള മേഖലയാണ്. നമ്മളിപ്പോ ഓരോരുത്തരും ഇങ്ങനെ തെഫ്തീഷ് ചെയ്ത് തെരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. പക്ഷെ സാഹചര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. സാഹചര്യത്തിൽ ബന്ധപ്പെട്ടാൽ പിന്നെ വ്യഭിചാരം നിന്ന് രക്ഷപ്പെടാൻ ആൺകുട്ടികൾക്ക് കഴിയുള്ളൂ. ആൺകുട്ടികൾക്ക് കഴിയും. എല്ലാ സൗകര്യം കിട്ടി, തമ്മാടിത്തരത്തിനുള്ള എല്ലാ വഴികളായി, ക്യാമറകളൊന്നും ഇല്ലേനോ. ആ സമയത്ത് സൗകര്യം ഉണ്ടായിരിക്കെ വ്യഭിചരിക്കാതെ രക്ഷപ്പെടാൻ അത്ര വലിയ ആളുകൾക്ക് കഴിയും. അല്ലാത്തവരൊക്കെ വീണുപോകും. ഈമാൻ ഉണ്ടെങ്കിലും വീണുപോകും. അതാണ് ആ സംഗതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഹദീസിൽ ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. അവിടെ ഒന്ന് കൂട്ടിപ്പറയാണ്ട്, ആരെങ്കിലും അങ്ങനൊക്കെ ചെയ്തു സുമ്മ സത്രഹുല്ലാഹ്, അള്ളാഹു തആല മറച്ചു വെച്ചാൽ ഇൻഷാ അഫഅ അൻഹു, അള്ളാഹു തആല ദുനിയാവ് മറച്ചു വെച്ചിട്ട് ഓൻ അങ്ങനെയാണ് മരിച്ചുപോയി, ആരും അറിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇൻഷാ അഫഅ അൻഹു, അള്ളാഹു തആല ഉദ്ദേശിച്ച ഓന് മാപ്പ് കൊടുക്കും. വൈൻഷാ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓക്കെ, കുറച്ചു കാലം അതിന്റെ ശിക്ഷ കഴിയുന്നവരെ നരകത്തിലിടും, പിന്നെ സ്വർഗത്തിലാക്കും. ഇതാണ് തത്വം. അതിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം.
എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ചില ആൾക്കാർ വലിയ ഇഖ്ലാസിലുണ്ട് നാട്ടുകാരോട് പറഞ്ഞു നടക്കുക. ഞാൻ പറഞ്ഞായിരുന്നില്ല, എൻ്റെയൊക്കെ പഴയ കാലമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് തൊമ്മാടിത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സുലൈഖാന്റെ ആദ്യത്തെ ഗർഭമുണ്ടല്ലോ, അതിൻ്റെ ആള് ഞാൻ തന്നെയാണ്. നാട്ടുകാരൊന്നും അറിഞ്ഞില്ല, ഓൻ ഫ്ലാഷാക്കി എന്നിട്ടാ വലിയ അങ്ങനെ ചെയ്യരുത്. അല്ലാഹു തആല നിന്റെ ഒരു കാര്യം മറച്ചിച്ചാ നീ എന്തിനാ പബ്ലിസിറ്റി ചെയ്യുന്നത്? സ്റ്റേജ് കയറിയിട്ട് പ്രസംഗത്തിനിടയിൽ വരെ അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ തെറ്റുകൾ പറഞ്ഞിട്ടല്ല ഞാൻ മഹാഫാസിക്കാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ മഹാഫാസിക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ പറയും. ഇതിനെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഒരാള് മഹാഫാസിക്കാണെങ്കിൽ ഓൻക്കാണ് തോപ ചെയ്താ പോലെ, എന്തിനാ മൈക്കെട്ടി പറയാൻ നിൽക്കണേ? ചീത്ത കാര്യങ്ങൾ ഫ്ലാഷാക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. സുആയ കാര്യങ്ങൾ ജഹറാക്കൽ ഇഷ്ടപ്പെടൂല എന്നാണ്. അത് നമ്മളെടുത്ത അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചമ്പുരാനോട് മനസ്സ് ഇളകിയിട്ട് പറയാം. അള്ളാഹു മറച്ചത് നമ്മൾ വെളിവാക്കാൻ നിൽക്കണ്ട. പക്ഷേ തെറ്റുകൾ നിരന്തരമായി ചെയ്ത് പോയാൽ ഗർഭം എത്ര മറച്ചുവെച്ചാലും ഒരു സമയത്ത് പുറത്തു വരും എന്ന് പറഞ്ഞായിരിക്കും. ഒരുപാട് കാലം അതാലെ വ്യാജ സിദ്ധന്മാരെ പെട്ടെന്ന് പിടിക്കപ്പെടുന്ന അതുകൊണ്ടാണ്. കുറെ ഒപ്പിച്ചിട്ടുണ്ടാവും, സൈ ഇട്ട അല്ലാഹു തആല വെളിവാക്കണാണ്. വ്യാജ സിദ്ധന്മാരൊക്കെ പിടിക്കപ്പെടാം. അതിനിപ്പോ എത്ര വലിയ നീളമുള്ള ഒല്ലിട്ടാലും ഒരു ലാസ്റ്റ് പോലീസുകാരെ കയ്യിൽ വരവുണ്ട്. ഇവിടെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ചില സംഗതികളിൽ പെട്ടതാണ് പലിശ, പെണ്ണ്, ഇതൊക്കെ ഇവിടുന്ന് തന്നെ മോഷണം, ഇതൊക്കെ ഇവിടുന്ന് തന്നെ ശിക്ഷിക്കപ്പെടും. പ്രത്യേകിച്ച് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുറച്ച് ചില്ലാനം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് ആരും പലിശയായിട്ട് ഇടപെടണ്ട, ഒക്കെ പള്ളമ്മ തന്നെ തീരേണ്ടി വരും. ഞാനൊരിക്കൽ ഗൾഫിലൊരു പലിശക്കാരനെ കണ്ടു. അത് കട്ടക്ക് പലിശയാണ്. എവിടെങ്കിലും സൈഡ് ബിസിനസ് ചെയ്തിട്ട് അതിൽ പലിശ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയമൊന്നുമല്ല, കട്ടക്ക് പലിശക്കാരൻ. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളോട് എന്നിട്ട് സലാം പറഞ്ഞിട്ട് ഈമാൻ സലാമത്താൻ തോർക്കണം എന്ന് പറഞ്ഞില്ലപ്പോ ആളാണ് ഇവിടെ എല്ലാവർക്കും പലിശ കൊടുക്കുന്നത്. ആള് വന്നിട്ട് എന്നോട് ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ തോർക്കണം എന്ന് പറഞ്ഞു. അയാള് പോയതിന് ശേഷം ഞാൻ അറിഞ്ഞ് ഇയാൾ അങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞാൽ പലിശക്ക് പണം കൊടുക്കണ ആള് ആക്ക് ഈമാൻ സലാമത്തായിട്ട് മരിക്കണം എന്ന് ദ്വാരക്കാൻ പറയാം. ഇയാളെ പിന്നെ ഞാൻ കണ്ടത് പിന്നെ ഒരു 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. ആളെ തിരിച്ചറിഞ്ഞില്ല, കണ്ണ് പുറത്തേക്ക് കടിക്കണം, പള്ള അരിച്ചാക്കിന്റെ വലിപ്പുണ്ട്. അവസാനം അയാൾ കൊല്ലങ്ങളോളം കഠിന വേദനയും സഹിച്ചുകൊണ്ടാണ് ചോര ഛർദിച്ച് മരിച്ചത്. ഇതാണ് പലിശന്റെ സൈഡ് എഫക്ട്. ഇത് ഇവിടുന്ന് ഈരൂല, അവിടുന്ന് വേറെ ഉണ്ട്. പൈസ നല്ലോ ഉണ്ടാക്കാം, പക്ഷെ ഹലാലാവണം. ഹറാമായത് ഉണ്ടാക്കിയാൽ തിരിച്ചു കിട്ടും, ഒരു സംശയം വേണ്ട. കയറ്റിയ ചോരക്ക് അല്ലാഹു തആല ഇറക്കും, കയറ്റിയ ചോര മുഴുവനും അല്ലാഹു തആല ഇറക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ അൽഹംദുലില്ലാഹ് ഫഹുവ ഇലല്ലാഹ്, അത് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ സവാബ് കൂലി എന്നുകൊണ്ട് പരിഹരിക്കും. അല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം ഇസ്ലാമിലുണ്ട്. പെൻസിൽ ഇറക്കിയ കമ്പനിനെ റബ്ബർ ഇറക്കിയിട്ടുണ്ടാവും, കാരണം തെറ്റുകൾ വന്നാൽ മായ്ക്കാൻ വേണ്ടിയിട്ട്. ആ റബ്ബറാണ് തൗബ. മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അത്തായിബു മിനല്ലാഹി കമൻ ലാ ദംബ ലാ നബിയുനാ റസൂലുള്ളാഹി. പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ഖേദബോധത്തോടെ കലങ്ങിയ കണ്ണുമായി കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. എന്താ പേടിക്കേണ്ടത്? കമൻ ലാ ദംബ ലാ, അതൊരു 1.5 പ്രഖ്യാപനമല്ലേ? അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ഷണികമായ ജീവിതത്തിൽ മനുഷ്യനെന്ന ചാപല്യത്തിന് വിധേയനായി നമ്മളിലൊക്കെ അപാകതകൾ സംഭവിച്ചേക്കാം. അല്ലാഹു എല്ലാ തോന്നിയാസങ്ങളിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അപരാധങ്ങൾ അല്ലാഹു തആല മാപ്പ് നൽകട്ടെ. ഭാവിയെ പാപമുക്തമാക്കാനുള്ള താക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ 2 ദിവസം മരിച്ചുപോയ സൈനബ് എന്ന സഹോദരിക്ക് ചീരിനെ അവരുടെ കുടുംബം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഖബർ അല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ, അല്ലാഹു വിശാലായി കൊടുക്കട്ടെ. അതുപോലെ സ്ഥിരമായി ക്ലാസ്സിന് പങ്കെടുത്തിരുന്ന അയ്യൂബ്ക ഇന്നലെ രാത്രിയിൽ മജ്ലിസും കഴിഞ്ഞ് ഗൾഫിൽ പോയതാണ്. അല്ലാഹു തആല അവരുടെ യാത്ര സന്തോഷമായി കൊടുക്കട്ടെ, ഖൈറും ബർക്കത്തുള്ള ജോലി കൊടുക്കട്ടെ. എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കും നമ്മൾ. സെയ്ദിൽവേജ് അല്ലേ? സെയ്ദിൽവേജ് അല്ല പേര്, കുഞ്ഞേജിയ. ആ കുഞ്ഞേജി ചെറിയ ഒരു ആക്സിഡന്റ് കയ്യിക്കല്ലേ,
കയ്യിന്റെ മുറിയാണ്. ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹം ചെറിയ വിശ്രമത്തിലാണ്. നെരവ് കട്ട് ചെയ്താണ്. അള്ളാഹു തആല പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. കുറച്ച് ദൂരെ നിന്ന് പരിപാടിക്ക് വരുന്ന ആളാണ്. ഏതായാലും വലിയ വലിയ അപകടം എന്നൊക്കെ അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഉള്ളത് അള്ളാഹു തആല പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. നമ്മളെ അലിസ്ഥാന്റെ മോള് പൂർണ്ണമായി തികഞ്ഞ് ഡോക്ടർ പറഞ്ഞ പ്രസവത്തിന്റെ ദിവസം എന്നാണ്. ഡോക്ടർ പറഞ്ഞ ദിവസം അള്ളാഹിന്റെ അടുത്ത് എപ്പോഴാന്ന് പറയാൻ പറ്റൂല. ഏതായാലും അള്ളാഹു തആല സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സബബായി അള്ളാഹു സ്വീകരിക്കട്ടെ. രാവിലെ തന്നെ സുബ്ഹിസ്കാരം കഴിഞ്ഞ് രാവിലെ തന്നെ പള്ളിയിലിരിക്കുന്ന ആളുകളെ നീ നരകത്തിലിടല്ലേ അല്ലാഹ്. ഇത് ജീവിതത്തിലെ വലിയ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഇത് കാരണത്താൽ ഞങ്ങൾക്ക് കഫാറത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ നിരാശപ്പെടുത്തല്ല അല്ലാഹ്. നീ വലിയവനാണ്. നിന്റെ ഖുദ്റത്ത് ഞങ്ങളിലൂടെ വെളിവാക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നിന്റെ സലാമത്ത് ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആത്മാവിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈമാന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സൂൽ ഖാത്തിമയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹുസ്നുൽ ആഖിബ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ പഠനത്തിലും പഠിപ്പിക്കലിലും കച്ചവടത്തിലും യാത്രയിലും ജോലിയിലും ഒക്കെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. നീ തന്നതിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തരാനുള്ളതൊക്കെ തരണേ അല്ലാഹ്. ഞങ്ങളെ നീ കഴിവുകേടിലോ അനാരോഗ്യത്തിലോ രോഗത്തിലോ തളർത്തല്ലേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. കൂടെ പഠിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കൂട്ടുകാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون. നാട്ടിലെ ഒരുപാട് ആളുകൾ കേവലമായ ഒരു ജാഥ സ്വീകരണം നൽകുക എന്നതിലപ്പുറം ഞാനുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ് എന്നും കൂടി അറിഞ്ഞ് എല്ലാ സംഘാടകരും ഇന്നലെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി എല്ലാവർക്കും നന്ദി പറയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.